അസ്സലാമു അലൈക്കും. ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് ദുൽഹിജ്ജ മാസമാണ്. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ. ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാവരും ഈ പറയുന്നത് ചൊല്ലുക: അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമതി വൽ ഇസ്ലാം والتوفيق لما تحب وترضى ربنا وربك الله. الحمد لله، الله أكبر، الله أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. الحمد لله، الله أكبر، اللهم أهل علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. ദുൽഹിജ്ജ മാസം പിറവി കണ്ടാലുടൻ തന്നെ എല്ലാവരും ഇത് ഓതുക. ദുൽഹിജ്ജ മാസത്തിൽ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് പറയുന്നുണ്ട് ഹദീസിൽ. സൂറത്തുൽ ഇഖ്ലാസ് കുറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിൽ 200 തവണയെങ്കിലും ഒരു ദിവസം പതിവാക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടും. ദുൽഹിജ്ജ മാസത്തിലെ ഒരു ദിവസത്തിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ കൂലി 1000 ദിവസത്തിൽ ചെയ്യുന്ന ഇബാദത്തിന് തത്തുല്യമാണ്. അത്രത്തോളമുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ ഇബാദത്തിന്റെ പവർ. കൂടാതെ ഇന്ന് മഗ്‌രിബോടുകൂടി തന്നെ സൂറത്തുൽ ഫജ്ർ പാരായണം ആരംഭിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, സൂറത്തുൽ യാസീൻ ഓതുക, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ശ്രേഷ്ഠമായ സൂറത്തുകളും പതിവാക്കുക. സൂറത്തുൽ ളുഹ, സൂറത്തുൽ വാഖിയ, അങ്ങനെ നിരവധി സൂറത്തുകൾ ദുൽഹിജ്ജ മാസത്തിൽ പതിവാക്കി വരിക. എല്ലാ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ചെയ്യുന്ന ഇബാദത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം, ഞങ്ങളുടെ പാപക്കറകളെല്ലാം നീ മാറ്റിത്തരണേ റബ്ബേ. പടച്ചവനെ തമ്പുരാനെ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ ദുൽഹിജ്ജ മാസത്തോടുകൂടി നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭവനത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റബ്ബേ.